ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു 2 ദിവസം മുമ്പെടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ. എൻ്റെ സിസ്റ്ററും മോളും അളിയൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു 7:15 ആയപ്പോൾ നമ്മൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ആൾ പെട്ടിയൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. ശനിയാഴ്ച ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചുരത്തിൽ ബ്ലോക്ക് ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കാണ് അവൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. പക്ഷെ നമ്മൾ 8 മണിയായപ്പോഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ബ്ലോക്കിലും കുറച്ച് നേരം പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് കേട്ടോ. നേരിട്ട് ഷാർജയിലേക്ക് പോയിട്ട് പിന്നെ അവിടെ ഒരു 3 മണിക്കൂറൊക്കെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് ശേഷം നൈറോബിയിലേക്കായിരുന്നു, ആഫ്രിക്കയിലേക്കാണ് കേട്ടോ ആൾ പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയപാട് ഒരു 12:45 ആയപ്പോൾ നമ്മൾ അവിടെ എത്തി കേട്ടോ. പിന്നെ നമ്മൾ എത്തുന്നതിൻ്റെ കുറച്ച് നേരം മുമ്പ് അവിടെ കുറച്ച് നേരം വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എയർപോർട്ടിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ എയർപോർട്ടിലേക്ക് വരുന്നത്. പിന്നെ ഇതാ അവളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഞാനും ഉമ്മയും അനിയത്തിയും അവളുടെ കുട്ടിയും പിന്നെ അവളുടെ ഹസ്ബൻഡിൻ്റെ ഏട്ടനും ഫാമിലിയും ഉമ്മയൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നത് കാരണം ഫുഡ് കഴിക്കാനോ ഒന്നും നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നു. എന്തായാലും എന്താ പറയുക, എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവളായാലും മോളായാലും നമ്മളായാലും ഒക്കെ ഹാപ്പി ആയിരുന്നു. പിന്നെ പോകുന്ന സമയത്ത് ചെറിയൊരു മനസ്സിലൊരു വിഷമം അത്രേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അവൾ വിസിറ്റിങ്ങിനാണ് പോകുന്നത്. പിന്നെ കുട്ടീൻ്റെ സ്കൂളിലും മദ്രസയിലൊക്കെ ലീവ് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒരു ഇൻഷാ അല്ലാഹ് ഒരു 3 മാസത്തിനുള്ളിലൊക്കെ തിരിച്ചു വരും. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സേഫായിട്ട് തന്നെ. പിന്നെ ഇതാ പോകാനൊക്കെ ഏകദേശം ടൈമൊക്കെ ആയ ടൈമിൽ ഞാൻ ഐശ്വര്യനെയൊക്കെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടെൻഷൻ അവർക്കും ഉണ്ട് കേട്ടോ. എന്തായിരിക്കും, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ എന്നുള്ള കാര്യങ്ങൾ അവർക്കും ഉണ്ട്. പിന്നെ നമുക്കും അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ എത്തുന്നവരെ ഇനിയിപ്പോൾ വൈഫൈ കിട്ടിയാലല്ലേ ഫോണൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഷാർജയിൽ ഇറങ്ങിയ പാട് പിന്നെ നമ്മളെ കോളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാർജയിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ അവൾ നമ്മളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ അവർ കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയപ്പോൾ പിന്നെ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് പേരുണ്ടായതും താനും. പിന്നെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പിന്നെ അവൾ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ അവളുടെ ലഗേജും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വെയിറ്റിങ്ങിലാണ്. പിന്നെ ഇപ്പോൾ അവൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് എമിഗ്രേഷൻ റെഡി ആയപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഫ്ലൈറ്റ് 3 മണിക്കായിരുന്നു, അതുവരെ ഒന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.